നല്ല കുട്ടിയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും ഇങ്ങനെ ഓഫായിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ അതിലൊക്കെ നല്ല അടിപൊളി ഫിഷുകളായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഓഫാക്കിയായിരുന്നു. പിന്നെ നമ്മൾ ഒരേ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും കാരണം നമുക്ക് വേറൊരു ദിവസം വന്ന് നോക്കാം. നല്ല അടിപൊളിയാണ്. കുറേ അധികം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. കുറേ ഫിഷ് ഉണ്ട്. പിന്നെ അതുപോലെ കുറേ കിളികളുണ്ട്, തത്തമ്മയുണ്ട്, പിന്നെ കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ട്. പാമ്പിനെ കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് കണ്ടപ്പോൾ ഒന്നൊന്ന് ഷോക്കായിപ്പോയി. അത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ കുറേ കൂടുകളാട്ടോ. ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് അപ്പോൾ ഒരു കൂടുകളും ഇവിടുന്ന് തന്നെ ഉണ്ട്. അവരുടെ ഫുഡ് ഐറ്റംസും അല്ലാതെ ഉണ്ട്. ഇതും ഇതുപോലെ തത്ത ഉണ്ട് ഇതിൽ, പച്ചത അങ്ങനെ 3 കിളികളുണ്ട്. നല്ല ഭംഗിയായിരുന്നത്. പിന്നെ പൂച്ചകളുണ്ട്, ആമ, കോഴികൾ ചെറിയ കുഞ്ഞു കോഴികളാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് മോന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ആദ്യം എന്തപ്പോൾ ഇത് കുറേ ഇങ്ങനെ ബോക്സ് എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഇതിനുള്ളിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിനുള്ളിൽ കുറേ പാമ്പുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ഐറ്റം മാത്രമുണ്ട് അതിലെനിക്ക് നല്ല പേടിയുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ടൊക്കെ നമുക്ക് കളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടൈം കുറേ ആയതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഉള്ളിൽ കയറി അങ്ങനെ ഒന്നും കളിപ്പിക്കണമെന്നൊന്നും നടന്നില്ല. മുകളിലോട്ടൊക്കെ ഉണ്ട്, വലിയൊരു ഇതാണ്. ഇതിലിതാ കുഞ്ഞു കോഴിക്കുട്ടികളാണ്. ഇപ്പോൾ കുറച്ചായിട്ടുള്ള വിരിഞ്ഞിട്ട് അങ്ങനെ. ഇത് താറാവാണ്. പിന്നെ മുകളിൽ കോഴിക്കുട്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞു കോഴിക്കുട്ടികളാണ്. പിന്നെ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആമ, ഇത് നല്ല രസമായിട്ടോ. ഇത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആമയെ അങ്ങനെ കാണുന്നത് എന്നാൽ. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണേ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. കുറേ ഇവരുടെ ഫുഡും ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതായത് കുറേ കിളികളുണ്ട്. കിളികളെ റേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിച്ച്. അപ്പോൾ ജോഡിക്ക് 300 റിയാൽ എന്നൊക്കെ പറഞ്ഞവരെ. അപ്പം അങ്ങനെ കിളിയാൾ ഇതുപോലെ നല്ല ഇഷ്ടമായിട്ടോ. മോളെന്താന്നിപ്പോൾ ഇത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുന്നുണ്ട്. ദമ്മാമിലാണ്. ദമ്മാമിലെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഷോപ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊന്ന് അയച്ചു തരാം കേട്ടോ. വിൽക്കങ്ങ ചോദിക്കുക നമുക്കൊന്ന് വാങ്ങിച്ചാലോ, തത്തമ്മയെ വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഈ സൈഡിലോട്ടൊക്കെ നോക്കിയപ്പോൾ കുറേ കിളിക്കൂടുകളും ഒക്കെ ഉണ്ട്. മുകളിലൊക്കെ കണ്ടു. മുകളിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടേക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവർ ഷോപ്പ് അടക്കണ ടൈമായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യണേ നമ്മൾ ശരിയല്ലല്ലോ. അങ്ങനെ ഇതെന്താ പൂച്ചയുടെ തീറ്റയാണെന്ന്. അപ്പം അങ്ങനെ അതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ അങ്ങനെ പോന്നു. ഇത് തത്തമ്മേടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഈ കാരണം നമുക്ക് പോവാം, നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി.